ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന അമ്മമാർ, അതായത് കുട്ടികൾ ഉണ്ടാവുന്നതും അതുപോലെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതും നമ്മുടെ ബ്രസ്റ്റ് ഹെൽത്തിന് നല്ലതാണ് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അതെന്താ റിലേഷൻ? അതായത് ബ്രസ്റ്റ് ഫീഡിങ്ങും ബ്രസ്റ്റ് ക്യാൻസറും തമ്മിലുള്ള റിലേഷൻ എന്താ? അത് വൺ ഓഫ് ദി നമ്മുടെ ബ്രസ്റ്റ് ക്യാൻസറിനുള്ള റിസ്ക് കുറയ്ക്കുന്ന വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രൊലോങ്ഡ് ബ്രസ്റ്റ് ഫീഡിങ്. നമ്മൾ അതിൻ്റെ ഒരു റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു വർഷം നമ്മളൊരു ബ്രസ്റ്റ് ഫീഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 5% ബ്രസ്റ്റ് ക്യാൻസർ സാധ്യത കുറയും. അതാണ് അതിൻ്റെ ഡയറക്റ്റ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, അപ്പോൾ അതുകൊണ്ട് എത്ര പ്രാവശ്യം ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നു അതനുസരിച്ച് നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ സാധ്യത കുറയും. അതെ. അപ്പോൾ അത് ആ റിലേഷനുള്ള കാരണം എന്താ? അതെന്താ? വാട്ട് ഈസ് ദ സയൻസ് ബിഹൈൻഡ് ഇറ്റ്? അത് നമുക്കറിയാലോ, ഈ ബ്രസ്റ്റ് ക്യാൻസർ നമ്മുടെ ശരീരത്തിൽ എത്ര നാൾ ഈസ്ട്രജൻ എക്സ്പോഷർ ഉണ്ട്, ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ ഉണ്ട്, എത്ര നാൾ, മെയിൻലി ഈസ്ട്രജനാണ്, അത് എത്ര നാൾ എക്സ്പോഷർ ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ, അല്ലെങ്കിൽ എത്ര എമൗണ്ടിൽ നമ്മുടെ ഉണ്ടെന്നുള്ളതാണ് ഈ ബ്രസ്റ്റ് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നത്. നമ്മൾ ഈ ബ്രസ്റ്റ് ഫീഡിങ്ങിലേക്ക് പോകുമ്പോൾ ഈ ഹോർമോൺ ലെവൽ കുറയും. അതുപോലെ തന്നെ ബ്രസ്റ്റ് അതിൻ്റെ വെൽ ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള, അതിൻ്റെ ആ മെയിൻ ഫംഗ്ഷൻ മിൽക്ക് ഉണ്ടാക്കാണല്ലോ. അപ്പോൾ ആ ഒരു വെൽ ഡിഫറൻഷിയേറ്റഡ് അവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ട് ഈ ക്യാൻസർ സാധ്യത കുറയുന്നു. വെറുതെ ഇരിക്കുന്നില്ലല്ലോ അല്ലേ, ഫംഗ്ഷനിങ് ആണല്ലോ, നോർമൽ ഫംഗ്ഷൻ. പക്ഷേ ഈ ഹോർമോൺ ലെവല് കുറവാണ്, ഈസ്ട്രജൻ ലെവല് കുറവാണ്. ഓക്കെ. ഇപ്പം ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പം ഇത്രയും നേരം നമ്മൾ പോലും സംസാരിച്ചത് സ്ത്രീകളെ കുറിച്ചിട്ടാണ്. പുരുഷന്മാരിൽ ബ്രസ്റ്റ് ക്യാൻസർ വരില്ല എന്നൊരു തോട്ട് ഉണ്ട്, അത് അങ്ങനെയാണോ? അല്ല, പുരുഷന്മാരിലും ബ്രസ്റ്റ് ക്യാൻസർ വരും. കാരണം ബേസിക്കലി ബ്രസ്റ്റ് ടിഷ്യൂ പുരുഷന്മാരിലും ഉണ്ട്, സ്ത്രീകളിലും ഉണ്ട്. സ്ത്രീകളിലെ ബ്രസ്റ്റ് ടിഷ്യൂ ഡെവലപ്ഡ് ആണ്, കാരണം ബ്രസ്റ്റ് ഫീഡിംഗ് ആണല്ലോ ബ്രസ്റ്റിൻ്റെ ഉദ്ദേശം. പക്ഷേ പുരുഷന്മാരിൽ ആ ബ്രസ്റ്റ് ടിഷ്യൂ ഡെവലപ്ഡ് അല്ല, പക്ഷേ ടിഷ്യൂ അവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്പർ ഓഫ് ക്യാൻസേഴ്സ് കുറവായിരിക്കും. അതായത് ഉദാഹരണത്തിന് നമ്മളൊരു 100 ബ്രസ്റ്റ് ക്യാൻസർ എടുത്താൽ അതിൽ 2 ആയിരിക്കും മെയിലിലുണ്ടാകും, ബാക്കി 98 ഫീമെയിലായിരിക്കും. ഫീമെയിലിലെ ബ്രസ്റ്റ് ഡെവലപ്ഡ് ആയതുകൊണ്ട്. അതുകൊണ്ട് പുരുഷന്മാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരില്ല എന്നല്ല, ബ്രസ്റ്റ് ക്യാൻസർ വരും. അപ്പോൾ ഇത് നമ്മൾ സ്ത്രീകൾക്ക് കുറേ കൂടി ഡിറ്റക്ട് ചെയ്യാൻ എളുപ്പമുണ്ടല്ലോ, കാരണം നമുക്ക് ലംസൊക്കെ വന്നാൽ മനസ്സിലാവും. അപ്പോൾ പുരുഷന്മാരെ എങ്ങനെയാണ്? സെയിം സിംറ്റംസ് തന്നെയാണ്. അതായത് ബ്രസ്റ്റിൻ്റെ ഏരിയയിൽ മുഴയുണ്ടാകുക, സ്കിൻ തിക്കനിങ് ഉണ്ടാകുക, അൾസർ ഉണ്ടാകുക, നിപ്പിൾ ഡിസ്ചാർജ് വരിക, അതുപോലെ നിപ്പിൾ അകത്തേക്ക് വരിക, അല്ലെങ്കിൽ ആംബിറ്റിലൊക്കെ മുഴയാവുക, ഇങ്ങനെയുള്ള സെയിം സിംറ്റംസ് തന്നെ, എക്സാക്ട്ലി ഡിറ്റോ സെയിം സിംറ്റംസ് തന്നെയാണ് വരിക. പക്ഷേ പുരുഷന്മാരിലെ ഈ ബ്രസ്റ്റ് ഇഷ്യൂ ഇല്ലാത്തതുകൊണ്ട് ഇത് പെട്ടെന്ന് ചെസ്റ്റ് വാളിലേക്ക് അവിടെ ഇവിടെയൊക്കെ കയറുന്നതുകൊണ്ട് മിക്കവാറും അല്പം അഡ്വാൻസ് ആയിരിക്കും നമ്മുടെ ഒരു സ്ത്രീ ഡിറ്റക്ട് ചെയ്യുന്നതിനേക്കാളും പുരുഷൻ ഡിറ്റക്ട് ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ അവർക്ക് ഇതുപോലെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്ത് മനസ്സിലാവും. നമ്മൾ ബയോപ്സി എടുക്കുക, കൺഫേം ചെയ്യുക, ചികിത്സ ഓൾമോസ്റ്റ് സെയിം ആണ്. ഫീമെയിൽ ബ്രസ്റ്റ് ക്യാൻസർ ചികിത്സിക്കുന്ന അതേ ചികിത്സകൾ തന്നെയാണ് മെയിൽ ബ്രസ്റ്റ് ക്യാൻസർ ചികിത്സയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ബ്രസ്റ്റ് ക്യാൻസർ ഡിറ്റക്ഷൻ ടൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഗെയിൽ ടെസ്റ്റ് കാണാറുണ്ട്. അപ്പം നമ്മൾ കേട്ടിട്ടുള്ള ഗെയിൽ അതല്ലല്ലോ. അതല്ല. അപ്പോൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയി. എന്ത് ഈ ഗെയിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഗെയിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ബ്രസ്റ്റ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യാൻ ഒരു ടെസ്റ്റ് അല്ല, ഒരു റിസ്ക് അസസ്മെൻറ്റ് ടൂളാണ്. അമേരിക്കക്കാർ ഉപയോഗിക്കുന്നതാണ്, നമ്മളത് അത്ര വലിയ കാര്യമായിട്ട് ഇവിടെ ഉപയോഗിക്കാറില്ല. അതിനാണ് നമ്മൾ ഗെയിൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ അവൈലബിൾ ആണ്. ഒരു റിസ്ക് അസസ്മെൻ്റ് ആണ്. അതായത് നിങ്ങൾക്കിത് വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു സാധനം. അതെങ്ങനെയാണ് ചെയ്യുക? അതൊരു സ്കോറിംഗ് സിസ്റ്റമാണ്. പ്രധാനമായിട്ട് അവരതിൻ്റെ അകത്ത് നമുക്ക് ആ സ്കോറിംഗ് സിസ്റ്റം എടുക്കണം നമ്മളത്, എന്നാലേ അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് വിലയിട്ടുള്ളൂ. പ്രധാനമായിട്ട് അവർ ചോദിക്കുന്നത് നമ്മളുടെ പ്രായം, നമ്മുടെ ഫസ്റ്റ് മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്തത്, അതായത് മെനാർക്കി ഏത് ഏജിലാണ്, ഫസ്റ്റ് ചൈൽഡ് ബർത്ത് എപ്പോഴാണ്, പിന്നെ ബ്രസ്റ്റ് ബയോപ്സി എന്തെങ്കിലും ആവശ്യത്തിന് ബ്രസ്റ്റിൽ ബയോപ്സി ചെയ്തിട്ടുണ്ടോ, പിന്നെ നമ്മുടെ റേസ്, ഏത് റേസിലാണ് നമ്മൾ വരുന്നത് എന്നുള്ള ഇത്രയും ഫാക്ടേഴ്സ് വെച്ചിട്ട് അവരതിന് ഓരോ സ്കോറിംഗ് സിസ്റ്റം ഇട്ടിട്ടുണ്ട്, 1 2 3 4. അത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ബ്രസ്റ്റ് ക്യാൻസർ സാധ്യത അല്ലെ റിസ്ക് എന്ന് നമുക്ക് പറയും. അല്ലാതെ നമുക്കിതൊരു ഡയഗ്നോസ്റ്റിക്സ് ടൂളായിട്ട് എടുക്കാൻ പറ്റില്ല, ജസ്റ്റ് ഒരു റെഫറൻസിൽ എടുക്കാന്ന് മാത്രം. ഇപ്പോൾ ഫസ്റ്റ് പീരിയഡ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ കുട്ടികൾക്ക് ഏർലി പീരിയഡ്സ് ആവുന്ന ടൈമാണല്ലോ. അപ്പോൾ ഏർലി പീരിയഡ്സ് ആയാൽ, അതായത് ഈ ഏർലി പ്യൂബർട്ടി എന്ന് പറയുന്നത് അത് ബ്രസ്റ്റ് ക്യാൻസറിനുള്ള സാധ്യത കൂട്ടുമോ? അതായത് എർലി മെനാർക്കി, അതായത് ഫസ്റ്റ് പീരീഡ് നേരത്തെ വരിക, അത് ഒരു ബ്രസ്റ്റ് ക്യാൻസർ റിസ്ക് ഫാക്ടറാണ്. എർലി മെനാർക്കി, ലേറ്റ് മെനോപോസ്. അപ്പോൾ അതായത് ടോട്ടൽ ഈ ഫീമെയിൽ ഈസ്ട്രജൻ എക്സ്പോഷർ നമ്മുടെ ലൈഫിൽ കൂടുതൽ വരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഏർലി മെനാർക്കിയും ലേറ്റ് മെനോപ്പോസും ഒരു ബ്രസ്റ്റ് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഈ ഏർലി മെനാർക്കിക്കുള്ള ഒരു കാര്യം, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡയറ്റിലൊക്കെ വരുന്ന പാറ്റേൺ ചേഞ്ചും നമുക്ക് ഈ ഏർലി മെനാർക്കി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇൻഡയറക്റ്റ്ലി ഇതെല്ലാം കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഏർലി മെനാർക്കി എന്ന് പറയുന്ന ഒരു ബ്രസ്റ്റ് ക്യാൻസർ റിസ്ക് ഫാക്ടറായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഏർലി മെനാർക്കി എന്ന് നിങ്ങൾ ഡോക്ടേഴ്സ് പറയുന്നത് ഏത് പ്രായത്തിന് മുന്നേ ഉള്ള പീരീഡ്സിന്? നമ്മൾ യൂഷ്വലി 12 years അല്ലേ പറയണേ, അതിൽ താഴോട്ട് വരുമ്പോൾ നമ്മൾ ഏർലി മെനാർക്കി എന്ന് പറയും. പക്ഷേ ഇപ്പോൾ ഒരു മെജോറിറ്റി കുട്ടികൾക്കും 10 വയസ്സിന് മുമ്പ് പീരീഡ്സ് ആവുമല്ലോ, 8 9 തൊട്ട് വരാറുണ്ട്. അതിനാണ് നമ്മൾ ഏർലി മെനാർക്കി എന്ന് പറയുന്നത്. അങ്ങനെയുണ്ടല്ലേ. ഓക്കെ. ഈ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട്, ഞാൻ ബ്രസ്റ്റ് ക്യാൻസർ പ്രിവെൻഷന് കുറച്ച്
കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ കുറച്ച് പോയിന്റ്സ് കണ്ടിരുന്നു. അപ്പോൾ ഐഡ് ലൈക്ക് യു ടു എക്സ്പ്ലെയിൻ ഇറ്റ്. ഒപ്റ്റിമൈസ് ഈസ്ട്രജൻ ഡീടോക്സിഫിക്കേഷൻ. അത് ശരിക്കും പറഞ്ഞാൽ ഒരു സോഷ്യൽ മീഡിയ എന്താ പറയുക ഗിമിക്കാണ്. നമ്മുടെ ഈ മറ്റേ എന്താ പറയുന്നത് ബയോ ഹാക്കിംഗ് വഴി എന്നൊക്കെ പറയുന്ന പോലെ ഉള്ളവരേ ഉള്ളൂ. ഈസ്ട്രജൻ മെറ്റബോളിസത്തിനെ നമുക്ക് അങ്ങനെ ഈ പറഞ്ഞ ഇവർ പറയണ മരുന്നുകളോ അല്ലെങ്കിൽ ഒന്നും കൊടുത്ത് നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നു, അത് നമ്മുടെ ലിവറിൽ വെച്ച് മെറ്റബോളൈസ്ഡ് ആയിട്ട് അത് പുറത്തേക്ക് പോകുന്നു. അത് നമ്മുടെ ബൈൽ, അതായത് ലിവറിൽ നിന്നുള്ള ബൈലായിട്ട് യൂറിനിൽ കൂടെ ഗട്ടിൽ സ്റ്റൂളിൽ കൂടെയൊക്കെ ആയിട്ട് എക്സ്ക്രീറ്റ് ചെയ്ത് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ആ ഒരു നമ്മുടെ ഈ ഈസ്ട്രജൻ ഡീടോക്സിഫിക്കേഷൻ അല്ലെങ്കിൽ ഈസ്ട്രജൻ ഡീടോക്സ് എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ പ്രോഡക്റ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതൊന്നും നമുക്ക് യാതൊരു രീതിയിലും ഒരു ബെനിഫിറ്റും നൽകുന്നില്ല. അപ്പോൾ അത് ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുന്ന ശരീരം ചെയ്യേണ്ട പ്രവൃത്തിയാണ്. നമ്മൾ പുറമേ നമുക്ക് ശ്രമിച്ചാൽ നടക്കില്ല. ഓക്കെ, അപ്പോൾ അത് പാളി. ബ്രസ്റ്റ് ഫീഡിങ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 1 വർഷം ബ്രസ്റ്റ് ഫീഡ് ചെയ്താൽ 5% ബ്രസ്റ്റ് ക്യാൻസർ സാധ്യത കുറയും. അതുകൊണ്ട് നമ്പർ ഓഫ് ടൈംസ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത് ഈസ് ഓൾവേസ് ബെനിഫിഷ്യൽ. ഓക്കെ. ലിമിറ്റ് എൻഡോക്രൈൻ ഡിസ്ട്രപ്റ്റിംഗ് കെമിക്കൽസ്. അത് ബേസിക്കലി എൻഡോക്രൈൻ ഡിസ്റപ്റ്റിംഗ് കെമിക്കൽസ് അതൊരു ലോങ് ടോപ്പിക്കാണ്. നമ്മുടെ പ്രധാനമായിട്ടും നമ്മുടെ ചിലതരം പ്ലാസ്റ്റിക്കുകൾ അല്ലെങ്കിൽ നമ്മുടെ ഈ എന്താ പറയുക നമ്മൾ ഉപയോഗിക്കുന്ന പെർഫ്യൂംസ് അതിലൊക്കെയുള്ള ചില സംഭവങ്ങളാണ്. പ്രധാനമായിട്ടും നമ്മൾ BP എന്ന് പറയും, ബിസ്ഫിനോൾ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കിൽ നമ്മൾ ഡയറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന അതിന് പുറകിലൊരു നമ്പറുണ്ട്. ആ നമ്പറിൻ്റെ വെച്ചിട്ട് നമ്മൾ 1, 2, 4 and 5 ഈ നമ്പറുകളാണ് സേഫ്. അല്ലാത്തതിനകത്തൊക്കെ നമ്മുടെ ഡയറ്റിലോ അല്ലെങ്കിൽ വെള്ളം കുടിക്കാനോ ഒക്കെ ഈ പാത്രങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ ഈ പറഞ്ഞ ഈ ബിസ്ഫിനോൾ അല്ലെങ്കിൽ BP എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. അത് ഒരു വീക്ക് ഈസ്ട്രജൻ പോലെ ആക്ട് ചെയ്യും. അതിനൊരു വീക്ക് ആക്ഷൻ ഉണ്ട്, ഈസ്ട്രജൻ പോലെ തന്നെ ആക്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് അത് ഈ ബ്രസ്റ്റ് ക്യാൻസർ സാധ്യത, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബ്രസ്റ്റ് ക്യാൻസർ സാധ്യത വർദ്ധിക്കാനുള്ള കാരണം ഈസ്ട്രജൻ്റെ അളവ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു വരുമ്പോഴത്തേക്കും അതൊരു സാധ്യത കൂട്ടും. അതുപോലെ തന്നെ ഈ പറഞ്ഞ നമ്മുടെ ഈ ആർട്ടിഫിഷ്യൽ ഫ്രാഗ്രൻസ് അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പാരാബീൻസ്, അത് അങ്ങനെയുള്ള താലൈറ്റ്സ് അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് ഈ സെയിം ഈസ്ട്രജൻ ലൈക്ക് ആക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ അതും നമുക്ക് ഈ ബ്രസ്റ്റ് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും അല്ല ഹാബിറ്റ്സിലുള്ള പോലെയുള്ള ഒരു റിസ്ക് ഫാക്ടർ വരുന്നില്ല. ഒരു വളരെ കാലമുള്ള ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ഒരു എഫക്റ്റ്. ഇതൊരു ഗ്രാജുവൽ ഇതാണ് അല്ലെ, ഒരുപാട് കാലം യൂസ് ചെയ്താൽ ഒരു ചെറിയ ചേഞ്ച് വരുത്താൻ സാധ്യതയുള്ള സാധനം. ഇപ്പോൾ ഈ ഫ്രാഗ്രൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ ഡോക്ടർ,